നമസ്കാരം. ഫാദർ റോബിൻ വടക്കാഞ്ചേരി, ഫാദർ എഡ്വിൻ ഫിഗറസ്, ഫാദർ രാജു കൊക്കൻ, ഫാദർ അരോക്കിയ താജ്, ഫാദർ ബെനഡിക്റ്റ് ഓണംകുളം, ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പുത്രക്കയിൽ പുരോഹിത വേഷമിട്ട പീഡന പരമ്പര സൃഷ്ടിച്ച പാതകികളുടെ പട്ടിക. ഇടവക പിതാക്കന്മാരുടെ ഈ നിരയ്ക്ക് ഇനിയുമുണ്ടാകും പിന്തുടർച്ചക്കാർ. അവർ പള്ളിമേടകളിലിരുന്ന് പാപം ചെയ്തു കൂട്ടുന്ന ഇനിയും പുറത്തു വരാത്ത പിടികിട്ട പുള്ളികൾ. കൊട്ടിയൂർ കൊണ്ട് മാത്രം കൊട്ടിയടയ്ക്കാൻ കഴിയില്ല കത്തോലിക്ക സഭയിലെ ക്രൂരകൃത്യങ്ങളുടെ കഥ. വൈദികൻ വഴിതെറ്റിയതിന് വൈദിക സഭ എന്തു ചെയ്യും എന്ന് വാദിക്കാം. ആ വാദക്കാരോട് ഒരു മറുവാദം. വഴിതെറ്റിയ വൈദികന് വഴികാട്ടിയതെന്തിന്? കൊട്ടിയൂരിലെ കുറ്റവാളിയോട് കാനഡയിലേക്ക് കടക്കാൻ പറഞ്ഞതെന്തിന്? വികാരിയച്ഛൻ്റെ വികാര വൈവശ്യത്തിന് പെൺകുട്ടിയുടെ അച്ഛൻ പ്രതിയാകണമെന്ന് പറഞ്ഞതെന്തിന്? ക്രിസ്തുരാജ ആശുപത്രിയിൽ വെച്ച് ക്രിമിനൽ നിയമത്തെ ക്രൂശിച്ചതെന്തിന്? +1 പെൺകുട്ടിക്ക് പള്ളിമേട സമ്മാനിച്ച പിഞ്ചോമനെ വൈത്തിരിയിലേക്ക് വേർപെടുത്തിയതെന്തിന്? ഉയരുകയാണ് ധൂപക്കുറ്റിയിൽ നിന്ന് എന്ന പോലെ ചോദ്യങ്ങൾ. മുഴങ്ങുകയാണ് മണിമേടയിൽ നിന്ന് എന്ന പോലെ മാറ്റൊലികൾ. പൊള്ളണം പുരോഹിത വേഷമിട്ടവർക്കെല്ലാം. സസ്പെൻഡ് ചെയ്തെന്ന് സഭ, സ്ഥാനത്ത് നിന്ന് നീക്കിയെന്ന് സഭ, വചനപ്രഘോഷണത്തിൽ നിന്ന് വിലക്കിയെന്ന് സഭ, റോബിന്റെ കുറ്റത്തിന് മതിയായ ശിക്ഷയായെന്ന് മതിപ്പോടെ പറയുന്നത് കേട്ടാൽ മനം പുരട്ടും. ഇതാണോ വിശ്വാസികൾ വിശുദ്ധ വചനം പോലെ വിഴുങ്ങേണ്ടത്? അൽമായർ തന്നെ ആലോചിക്കണം. തിരുവത്താഴ ചിത്രം തിരുത്തി എന്ന് പറഞ്ഞ് തീവയ്ക്കാൻ തിടുക്കം കൂട്ടിയവരെ തിരഞ്ഞാൽ പോലും കിട്ടാനില്ല. അൾത്താരയിലെ അവിശുദ്ധർക്കെതിരെയും അരമുറുക്കി ഇറങ്ങേണ്ടേ? അവനവന് കൊള്ളുന്ന കാര്യത്തിൽ മാത്രമാകരുത് ഇത്ര കാര്യക്ഷമമായ അച്ചടക്കം. വിശുദ്ധ വേഷം കെട്ടുന്നവർ തന്നെ വേട്ടക്കാരായി വിലസുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. കൊട്ടിയൂർ കുറ്റകൃത്യത്തിൽ കത്തോലിക്ക സഭയ്ക്കുമില്ലേ കുറ്റകരമായ പങ്കാളിത്തം? 2. റോബിനെ സസ്പെൻഡ് ചെയ്താൽ തീരുന്നതാണോ പള്ളിമേടയെ പീഡന കേന്ദ്രമാക്കിയ പുള്ളിക്കുള്ള ശിക്ഷ? 3. റോബിന് കൂട്ടുനിന്ന ക്രിസ്തുരാജ ആശുപത്രിക്കും വൈത്തിരി കന്യാമഠത്തിനുമെതിരെയും കേസെടുക്കേണ്ടേ? 4. പീഡനവീരന്മാരായ പുരോഹിത പ്രമാണിമാർക്കെതിരെ സഭാ കോടതി നടപടിയെടുക്കാത്തത് എന്തുകൊണ്ട്? 5. ഫ്രാൻസിസ് മാർപ്പാപ്പ പുരോഹിത പാപത്തിന് മാപ്പ് പറഞ്ഞ പോലെ കേരള പൗരോഹിത്യവും മാപ്പ് പറയണ്ടേ? 6. ആഭാസ ചെയ്തികൾക്ക് അറുതി വരുത്താൻ സഭ തുടങ്ങേണ്ടേ സഭാ നവീകരണം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. കൊട്ടിയൂരിലെ കുറ്റവാളി ആര് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സിറോ മലബാർ സഭയുടെ മുൻ വക്താവും സത്യദീപം മാസികയുടെ പത്രാധിപരുമായ ഫാദർ പോൾ തേലക്കാട്ട്, സഭാ വിമർശകയായ സിസ്റ്റർ ജസ്മി, അഭയ കേസ് പോരാളിയായ മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ, കേരള ജനപക്ഷം നേതാവ് PC ജോർജ് MLA എന്നിവർ.